ഇതിലെങ്ങനെയാ വെള്ളം ഇങ്ങനെ ഒഴുകി 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 അവിടേക്ക് പോവോ? ഇത് എന്തോരേ ഏരിയ കാട് പോലെ. ഹലോ ശരി, തൈലം വാങ്ങിച്ചോ. അതെ, എനിക്ക് ഡാൻസ് അറിയില്ല. ഇവിടെ മാത്രല്ല പിടി, അങ്ങ് കൊടൈക്കനാലിലും മനോഹരമാണ് ഇതിന്റെ പണികൾ. ഇത് ഒരു ശില്പി കൊത്തിയെടുത്ത പോയിണ്ട്. ശരിക്കും കണ്ടിട്ട് മനസ്സിലായില്ല. മയില നോക്കി ബിരിയാണി ഉണ്ടാക്കിയോണ്ട് നോക്കിയാ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്തൊക്കെ കാണുന്ന പോയിണ്ട്. ശരിക്കും നമ്മുടെ സർലാസ് എന്ന് പറയും, തൃശ്ശൂർ കച്ചമ്പർ. പഴ അമ്പലത്തിന്റെ സ്ഥലല്ലേ കാണേണ്ടത്. പഴയും ഭംഗി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പാലക്കാട് ഒറ്റപ്പാലല്ലേ, ചിനക്കത്തൂര് അമ്പലത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പാലക്കാട് ഈ ഒറ്റപ്പാലത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമുണ്ട്. നമ്മുടെ വീട്ടിൽ സ്വർണ്ണപ്പണിയാണല്ലോ. അപ്പോൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒറ്റപ്പാലത്തുള്ള സുധി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് ഞാൻ വന്നിരിക്കുകയാണ്, സരിതിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ കാലത്തൊരു 8 മണിയായപ്പോൾ അവിടുന്ന് പോന്നു. അപ്പോൾ ഈ ചിനക്കത്തൂര് അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ഹോട്ടലുണ്ട്, വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ദോശ കിട്ടുന്ന കടാന്ന് ലോഹിദാസില്ലേ, ആള് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഒരു ദോശ കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയത്. ഇനി നേരെ കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ സ്ഥലമായിട്ടാണ് അവിടെ പോകാം. അപ്പോൾ നമുക്ക് വൈശാഖിലേക്ക് പോകാം. നല്ല പക. അങ്ങനെ അമ്പലത്തേക്കുള്ള വഴി തോന്നുന്നുണ്ട്. ഇത് വേറെ വഴിയും കാണിക്കുന്നുണ്ട്. ആഹാ, എന്ത് രസമായിട്ട് സ്ഥല. ഇവിടെ ആരും കാണാനില്ലല്ലോ. അതാണ് വഴി. ഇനി വേറെ വഴി അങ്ങോട്ട് വഴി കാണിക്കുന്നത് വഴി ഉണ്ടാവില്ല. അതായിരിക്കും അവർ ഇങ്ങനെ വളഞ്ഞു കാട്ടിയ സംഭവം തന്നെയാ. അതെ, അപ്പൊ നമുക്ക് അതിൽ തിരിയാം. ഇതാണ് വഴി. നമുക്ക് വഴി തെറ്റിന്ന് തോന്നുന്നു. കണ്ട വഴി, ആ വഴി എന്തുകൊണ്ടത്? ഇത് ഒരു അമ്പലം തന്നെയാണ്. ഇവിടെ ആളില്ലേ, കല്യാണത്തിൻ്റെതായ ചുറ്റുപാട് കാണാനില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു മനോഹരമായ സ്ഥലല്ലേ. എന്തൊരു ഭംഗിയ സ്ഥലം. ഇതാണ് വഴി. നേരത്തെ വഴി തെറ്റി. എന്തൊരു നേരത്തെ വഴി തെറ്റിയതല്ല, അതും ഒരു മുളഞ്ഞൂര് അമ്പലമാണ്. നമ്മൾ മുളഞ്ഞൂരിന്ന് മാത്രമേ നോക്കിയുള്ളൂ കേട്ടാ. ഇപ്പൊ മനോഹരമായ വഴികളാണ് കേട്ടാ, ഒരു ചെറിയ പാലക്കാടൻ വഴികള്. ഇതൊരു അമ്പലമാണല്ലോ ദൈവമേ. ഇവിടെ എന്തെന്നറിയാം, അമ്പലങ്ങള് കെട്ടിന്റെ ഒരു ലക്ഷണം കാണാനില്ലേ. ഇതിപ്പോ വന്നിട്ട് ആ അമ്പലത്തേക്ക് ചെന്ന് മുട്ടു. അങ്ങനെ നമ്മള് ഇത് തന്നെയാണ് വഴി എന്ന് പറഞ്ഞു. ഒരു നാട്ടുപുറത്തുകാരൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഈ കാടിൻ്റെ ഉള്ളിലാണുള്ള ഒരു ഈ കാടാണല്ലോ. അതെ, നിറയെ വണ്ടിയിൽ കിടക്കണം. എന്തുട്ടാ വൈബ്. ഇവിടെ തന്നെയാണ് ഒരു സിനിമ ഷൂട്ടിങ് നടന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ദയ്യപ്പങ്കാവ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം നേരെയാണ്. എൻ്റെ ദൈവമേ, ഇത്രയും നല്ലൊരു സ്ഥലം. എന്തുട്ടാ വൈബ്. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു അമ്പലമാണ്. ഒരു മനോഹരമാണ് സ്ഥലം. നമുക്ക് കെട്ട് തുടങ്ങിയതുകൊണ്ട് കെട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടാ. ഒരു സ്വല്പം പോലും വൈകിയില്ല. വഴി തെറ്റിയതാണ് പ്രശ്നമായത്. പക്ഷെ ഇവിടുത്തെ വഴി നോക്കി, ഇത് അങ്ങോട്ട് നോക്കിയേ. നോക്ക്, എന്താ രസം. എന്നൊക്കെ അങ്ങോട്ട് പോവാ. നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിക്കാം. ഒരു മിനിറ്റ് കേട്ടാ. ഇതൊക്കെ നമ്മുടെ ആളുകളാണ്. തൃശ്ശൂര്. എന്താ പേര്? രാജേഷ്. അതെ, ഞാൻ അവിടെ കല്യാണത്തിന് വന്നതാ. നമ്മുടെ
വീട്ടില് ഇവൻ പണിയുന്നത് നമ്മുടെ സ്വർണ്ണപ്പണി. അപ്പോൾ വൈഫിനോട് പറയുകയും ചെയ്തു. അതെ, ഇവിടെ അടുത്തന്നെ വീട്. ഞങ്ങള് വാടനാകുറിശ്ശിയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും മനോഹരമായൊരു അമ്പല പരിസരം കണ്ടിട്ടില്ല. ഇത് ശ്രീകുമാർ കേട്ടാ, ശ്രീകുമാറിൻ്റെ വീട് ഇവിടെയാണ്. ശരിക്കും നെല്ലിക്കുറിശി, നെല്ലിക്കുറിശിയാണ് ശ്രീകുമാർ. നമ്മുടെ വീട്ടിൽ തന്നെ സ്വർണ്ണപ്പണിയാണ്, കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവന് ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ അറിയാം. ഇതിപ്പോൾ അമ്പലക്കുളത്തേക്കുള്ള വഴിഞ്ഞിട്ടാ. അയ്യോ, മഴക്കാലത്ത് ഇവിടുത്തെ ഇത് ഞാൻ ആലോചിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയും മനോഹരമായിരിക്കില്ല മഴക്കാലത്ത്. ഫുള്ള് പച്ചപ്പും ആ പച്ചപ്പിന്റെ ഇടയിൽ ലീവ്. ഇതിലെങ്ങനെയുണ്ട് വെള്ളം എങ്ങനെയാണ് ഒഴുകി 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 അവിടേക്ക് പോവോ? ഈ മഴ പെയ്യണ വെള്ളം മാത്രം അങ്ങനെ ഫുള്ള് പച്ചപ്പാവും. അല്ല, ഇപ്പോഴും തന്നെ ഇത്രയും കടുത്ത വേനൽക്കാലത്ത് തന്നെ എന്തൊരു ഭംഗിയെന്ന് ആലോചിക്കുക. അയ്യോ, സരിതനെ കൊണ്ടുവരാൻ നഷ്ടമായി. സരിതയ്ക്ക് മഴക്കാലത്ത് ഭയങ്കര രസമാണ്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഇതിപ്പോ അമ്പലക്കുളത്തേക്കുള്ള വഴിയില്ല, അവിടെ പാടാ, അതിന്റെ അപ്പുറത്ത് പാടാം. അത് ശരി. അതെന്നിട്ട് വീട് കാണുന്നു. അത് ഈ മറ്റേ പണ്ടത്തെ ഈ പത്തായപ്പുരം എന്നൊക്കെ പറയില്ലേ, അതാണല്ലേ. ഇവിടെ മറ്റേ സുരേഷ് ഗോപിയുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തി. അയ്യോ, ഏത് സിനിമയിലായിരുന്നു? കുറെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ബാലേട്ടൻ. അത് ഇതിന്റെ അപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട് ഇതിന് തന്നെ. അതെ, ബാലേട്ടൻ. അവിടേക്ക് ഞങ്ങൾ ആദ്യം പോയി. നെടുപിടി കൊണ്ട് മരിച്ചു വീണ അവിടെ അല്ലേ അമ്പലമാണ്. ആലുന്തൊക്കെ ആയിട്ട് നിങ്ങളുടെ ഈ ഏരിയ മുഴുവൻ സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ കേന്ദ്രം അല്ലേ? ഇത് എന്തോരോ ഏരിയ കാട് പോലെ. ഇത് മാത്രമല്ല, അപ്പുറത്തേക്കും ഉണ്ട്, അമ്പലത്തിന്റെ അപ്പുറത്തേക്കും ഉണ്ട്. അപ്പുറത്തേക്കുണ്ട്, അങ്ങോട്ടുണ്ട്. അപ്പൊ ഇവന്റെ ഇപ്പൊ കല്യാണം കഴിച്ചത് ആലപ്പുഴ നിന്നല്ലേ? പെൺകുട്ടിയുടെ വീട് പന്തളത്തു നിന്നാണ്. അത് നമ്മുടെ ഫാമിലി ഇവിടെ തന്നെയാണ്, നെല്ലിക്കുറിശി തന്നെ. അപ്പൊ ഇനിയിപ്പോ ഈ പരിചയത്തില് ബിനീഷിന്റെ ചേച്ചിയായിട്ടുള്ള പരിചയത്തിൽ അങ്ങനെ കല്യാണം ഇതാണല്ലേ? അങ്ങനെയാണ്. വലിയ കൊളാലോ. കുളിക്കൊന്നുമില്ലെന്നുണ്ടല്ലോ ആളുകള്? കുളിക്കോ? നിങ്ങൾ കുളിക്കാൻ വരാറുണ്ടാ? ഞങ്ങള് വരില്ല, ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് വരും. ഇറങ്ങാം നമുക്കിന്ന് വെറുതെ. ആഹാ, ഇവിടെയൊക്കെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടുള്ള പോലുള്ള പരിസരം പുറത്ത് തോന്നുന്നുണ്ട് കേട്ടാ, ഇല്ലേ? ഇവിടെയൊക്കെ നടക്കാറുണ്ട്. മറ്റേ ഈ കുളത്തില മറ്റേ സാവിത്രിയുടെ അരഞ്ഞാണം പറഞ്ഞ സിനിമയൊക്കെ രാജേന്ദ്ര അശോകന്റെ ഇന്നസെന്റിന്റെ പണ്ട് അത് ഇവിടെ ആയിരുന്നു. അതിവിടെ സാവിത്രിയുടെ അരഞ്ഞാണെന്ന് പറഞ്ഞ സിനിമ അറിയാലോ. പിന്നെ ജയറാം ഇതൊക്കെ ആയിട്ട് ഒരു പടം ഉണ്ടല്ലോ, പാലക്കാടൻ ഭാഷ പറയണത്. അയ്യോ, ഉത്സാഹ കമ്മിറ്റി. അതും ഈ നമ്മളിപ്പോ വരുന്ന പറമ്പില്ലേ, അതിലൂടെ അവിടെയാണല്ലേ? അത് ശരി. ഇവിടുന്ന് അപ്പൊ ഈ ശ്രീകുമാറിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. നമ്മുടെ അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു വന്നില്ലേ, സ്ട്രൈറ്റ് പോയ അവിടെ. വീട്ടിലെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതെ. പോവാ നമുക്ക് അങ്ങോട്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞില്ലേ പോവാൻ തോന്നില്ല. നിങ്ങളിവിടേക്ക് ഒരു വട്ടം ഒന്ന് വന്നു നോക്കിയാ. എന്തിനാ നമ്മള് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നമ്മള് ചൂട് എന്ന് പറയുന്ന സാധനമില്ല. നമ്മുടെ സുജിചന്ദ്രൻ പറഞ്ഞു ജഗുവിൻ്റെ സ്കൂൾ പൂട്ടി, ഇനി പുള്ള്, കുണ്ടോളിക്കടവ്, ഇങ്ങനത്തെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിലേക്കും മറ്റോടത്തേക്കൊന്നും പോകണ്ടത്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. ഇതൊക്കെ അത് വഴികളുണ്ടല്ലേ? നോക്കിയേ, ഇവിടെ നോക്കിയേ, അമ്പലത്തിൻ്റെ നോക്കിയേ, കണ്ടാ? അവിടെ നിന്ന് കെട്ട് കഴിഞ്ഞ് ഇറങ്ങി ആളുകൾ വരുന്നത്. ഒരു കള്ളായിട്ട് ഒരു ചേട്ടൻ വരുന്നില്ല. കഞ്ഞിയ പയ്യൻ്റെ കഞ്ഞി. ഞാൻ വിചാരിച്ചു കള്ളാണെന്ന് വിചാരിച്ചു. പശുവിന് കഞ്ഞി. സമയം 10:30 10:45. ഞാൻ വിചാരിച്ചു കള്ളായിട്ട് വരാന്ന് വിചാരിച്ചു, കള്ള് ചെത്തിയിട്ട് വരാന്ന് വിചാരിച്ചു. എന്താ പേര്? പ്രദോഷ്. ഇവന്റെ കൂട്ടുകാരനാ? ശ്രീകുമാറിന്റെ കൂട്ടുകാരനല്ലേ? ഇവിടെ അടുത്ത വീട്? എന്റെ പേര് അജു. വീട് തൃശ്ശൂര്. കല്യാണത്തിന് വന്നതാ. ഒല്ലൂര് കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ഇവിടെ വീട്ടിലേക്ക് എന്തോരം ദൂരണ്ട്? അപ്പൊ പശുക്കളുണ്ടാ? എത്ര പശുണ്ട്? 2 പശുണ്ട്. അപ്പൊ കഞ്ഞളൊക്കെ വീടുകളിൽ നിന്ന് ശേഖരിക്കും. അപ്പൊ ഇത് അവിടെ നിന്നുള്ള വീട്ടിൽ നിന്ന് കൂട്ടിരുന്നതാണ് അല്ലേ? ഹലോ, ശരി. ഇതാ മറ്റേ കുളത്തിലേക്ക് പോണ വഴിയില് കണ്ട ഗ്രാമീണതയാണ് അത് കാണുന്നത്. ശരിക്കും ഞാൻ സത്യത്തിൽ കള്ള് കൊണ്ടുവരാൻ നോക്കി അവർ കുളം കാണാൻ വരാ. കല്യാണം കെട്ട് കഴിഞ്ഞു കേട്ടോ. കെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. ഇനി ചെക്കൻ്റെ വീട്ടിലെ സദ്യ അല്ലേ? ചെക്കൻ്റെ വീട്ടില് പച്ചക്കറി സദ്യ അല്ലേ? അല്ലല്ല. പക്ഷേ എന്തൊരു കഷ്ടമുണ്ടായി. ഞാൻ പാലക്കാടൻ പച്ചക്കറി സദ്യ കഴിച്ചിട്ടാണ് വന്നത്.
പക്ഷേ എനിക്ക് നഷ്ടമല്ലേ സദ്യ ഇവർ പറഞ്ഞ ബിരിയാണിയാന്ന്. അയ്യോ കുഴപ്പമില്ല. എന്തായാലും ഞാൻ പാലക്കാടൻ പഴയ സദ്യ. ഇതെന്ത് കല്ലുകളൊക്കെ കൂട്ടി വെച്ചോണ്ട് ഇവിടെ? ഇത് നമ്മുടെ ഇവിടെ ഉത്സവം കഴിഞ്ഞല്ലോ, വേല പൊങ്കാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് ആളുകൾ അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് നേതിച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ്, അതാണ് ഇവിടുത്തെ ഉത്സവം. എന്നാ കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞ മാസം. അത് ശരി. ആ ഇത് ഈ മറ്റേ വല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലം? ദേവസ്വം ബോർഡിന്റെ കീഴിൽ. ആ തൃശ്ശൂരാ? ഊട്ടിയിലുള്ളത് ഞങ്ങൾ പറയാല്ലേ. ആ പറയാ ഊട്ടി കല്യാണത്തിന് വന്നാണല്ലേ? ശരി. അവര് ഊട്ടിയിൽ സെറ്റിലാണ്. അതല്ലേ? ആ എന്താ വൈബ്. ഒരു കാര്യട്ടാ, എല്ലാവരും നമ്മളറിയും. യൂട്യൂബ് ചാനലിൽ ചൂട് അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഇതിട്ടോ. അത്രയും വലിയ ചൂട് സമയത്ത് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂടിൻ്റെ കേന്ദ്രമാണല്ലോ. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ നമുക്ക് വന്നിരുന്ന് എന്തോരം നേരം വേണമെങ്കിൽ ഇതുമേ ഇരിക്കാം, വർത്താൻ പറഞ്ഞ്. ഇവിടേക്ക് ആളുകൾ ഇരിക്കാറുണ്ട്, കുഴപ്പമുണ്ടോ? പിന്നെ നിങ്ങൾ ഇരിക്കും. അയ്യോ ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ അവിടെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ. നമ്മുടെ തൊട്ടടുത്താണ്, അധികം വഴിയില്ല, 60 കിലോമീറ്ററല്ലോ തൃശ്ശൂരിൽ നിന്ന്. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെയാ ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ തള്ളക്കെന്തെങ്കിലും തരണമെങ്കിൽ കുട്ടികളുടെ കയ്യിലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തരും. അമ്മ തൊഴുകാൻ വരുന്ന ആളാണ്. കാലുകൊണ്ട് വയ്യാറുണ്ട്. നട കയറാത്ത തൈലം വാങ്ങിച്ചോ? അമ്മാമ്മക്ക് കാലിന് വയ്യാന്ന് തൈലം വാങ്ങിക്കണമെന്ന്. അമ്മടെ എത്തുന്നല്ലേ പറയുന്നത്. ഇതുണ്ട് കവിള. ഇവിടെ ഒരു മരം നോക്കിയ എന്തൊരു ഭംഗി. ഇതിൻ്റെ തൊലി മുഴുവൻ ചരണ്ടി എടുത്തു, തൊലി ഇല്ല. എന്നുവെച്ചാൽ മനോഹരമാണ് ഇതിൻ്റെ പണികൾ. ഇത് ഒരു ശില്പി കൊത്തിയെടുത്ത പോലെയുണ്ട് ശരിക്കും. ഒരിലകൾ പോലും ഇല്ല, ഉണങ്ങിയിട്ട് ഇലകൾ കൊഴിഞ്ഞതുകൊണ്ട് വളരെ പഴക്കം. ഇത് ഉങ്ങാണോന്ന് അറിയില്ല. എന്താ എൻ്റെ ഒരു ഭംഗി, മനോഹാരിത കണ്ട. ഇവര് ഫോട്ടോഷൂട്ട്, ഇവരൊക്കെ നമ്മുടെ കടികളാണ് കേട്ടാ. സരിതൊന്നുമില്ല. എത്ര കാലം കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോയി. ഒമാനിലാണ്. ഒമാൻകാരൻ ലുക്ക് ഉണ്ട്. ഒരു മാസമായിട്ട്. അതെ, ഈ ടൈപ്പ് താടിക്ക് എപ്പോഴാണ് ഭയങ്കര വ്യത്യാസം വന്നത്. സുഖല്ലേ? ആ സുഖം. ചേച്ചിനെ കൊണ്ടുവരായിരുന്നു. അവള് അതായതേ സരിത് വിചാരിച്ച് പാലക്കാടൊക്കെ വരല്ല, ഭയങ്കര ചൂടും ഉഷ്ണം വരേണ്ട കാലാവസ്ഥയൊക്കെ വരും. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് കാണാണ്ട് കേട്ടാ. ഇവിടെ എത്ര ഷൂട്ടിങ്ങാ? 250 രൂപ കൊടുക്കണം ഇപ്പൊ ഷൂട്ടിങ്ങിന്. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന്റെ സേവ് റേറ്റ് എടുക്കാൻ കൊടുക്കണം. 1000 രൂപ വാങ്ങിച്ചാലും കുഴപ്പമില്ല. നല്ലതാ. ഒരുവിധം എല്ലാ ഷൂട്ടും ഇവിടെ തന്നെ നടന്നേ. അപ്പൊ നിന്റെ ഭാര്യ വീട് അവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ. എന്താ പേര്? കൊടൈക്കനാലാണ്. സംഗവി. കൊടൈക്കനാൽ വീട് കൊടൈക്കനാലാണ്. പക്ഷെ ഇവിടെ അമ്മയുടെ വീട് ഇവിടെ എന്റെ വീടിന്റെ അടുത്താണ്. അതെ, അങ്ങനെ സംഗവി എന്നാണ് പേരില്ല. തമിഴ് പേരാണ്. മലയാളത്തെ നന്നായിട്ട് അറിയാം. പുള്ളിക്കാരത് റീൽ ചെയ്യുന്ന ആളാ. എന്തില്? ചെറിയ സെലിബ്രിറ്റി ആണ്. അതെ, ഇതില് ഇൻസ്റ്റാഗ്രാമില്. അതെ. ആ എന്നാ ഒരു ഡാൻസ് കളിച്ചു. അത് മാത്രം, റീൽസ് മാത്രം. അയ്യോ, രണ്ടുപേരും കൂടിയിട്ട് ഡാൻസ്. ഞാനാ, എനിക്ക് ഡാൻസ് അറിയില്ല, അതാണ് കുഴപ്പം. ബാക്കി അഭിനയിക്കാൻ കഴിവുള്ള കേട്ടോ. നടനാണ്, നാടകത്തില് എല്ലാത്തിലുള്ള നടനാണ്. നാടകത്തിലുണ്ട്, എല്ലാത്തിലുണ്ട്. അപ്പൊ സംഗവിക്ക് വീട്ടിലാരൊക്കെയുണ്ട്? അനിയൻ, അമ്മ, അച്ഛൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം കൊടൈക്കനാലിലേക്ക് പോകാറില്ലേ? വർഷത്തിൽ ഒരു പ്രാവശ്യം പോകും. വരാം. പൂമ്പാറ അടിപൊളി സ്ഥലം. അമ്പലമുണ്ട് മുരുകന്റെ. അത് അടിപൊളിയാണ്. പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമം കാണാൻ. അതല്ലേ? നമ്മളെ സരിതനെയും കൂട്ടിട്ട് ഈ സ്കൂൾ പൂട്ടലിന് കുറെ സ്ഥലങ്ങള്, പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
പോട്ടെ എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് സംഭവം. ഇവര് കല്യാണം കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ടിരിക്കുക. ഈ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിരുന്നു. അതല്ലേ? നമുക്ക് പോവേ. വരാം വരൂ. അവിടെ എല്ലാതും വീടന്നെ ഞങ്ങളുടെ അതെ സ്റ്റേ ചെയ്യാ. അവിടെ കൊറേ കാണാൻ സ്ഥലം ഉണ്ടല്ലേ? നമുക്ക് കാണാം. അപ്പൊ സംഘവീര വീട്ടിലേക്ക് ഒരു തവണ നമ്മൾ പോകും. എല്ലാരും വരുന്നുണ്ടോ? ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കൊടൈക്കനാലിൽ നമുക്ക് ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇവിടെ മാത്രല്ല പിടി, അങ്ങ് കൊടൈക്കനാലിൽ ഊട്ടിയിൽ പോകണമെങ്കിൽ സുഖമാണ്. ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ ഊട്ടിയിലുണ്ടല്ലേ? ഊട്ടിയിൽ കുറെ പേരുണ്ട്. ഊട്ടി വശത്ത് കൊടൈക്കനാൽ ഇവരെ വീടിന്റെ അടുത്ത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഉള്ളു മറ്റേ മഞ്ഞ മൂടി കിടക്കുന്ന സ്ഥലം. അതല്ലേ? ഭയങ്കര രസമാണ്. ഇനി നമുക്ക് അമ്പലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? അവിടെ കുറെ സ്ഥലമുണ്ട് ഇതുപോലെ. ഇതേപോലത്തെ ഈ കാട് മാത്രമല്ല അവിടെ. നമുക്ക് അപ്പുറത്തേക്ക് നിന്ന് പോയിട്ട് വരാം. ദിലീപ് നമ്മുടെ വീട്ടിലത്തെ ചെറുപ്പം തൊട്ടുള്ള സുഹൃത്ത് തന്നെയാണ് കേട്ടാ. ദിലീപിന്റെ മോൻ. രണ്ടുപേർക്ക് ഒരേപോലത്തെ ഷർട്ടാണല്ലോ. മുണ്ട് അവന് ഒരെണ്ണം എടുക്കാറുന്നില്ല. അതെ. ഷിബിൻ ഷിബിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എവിടെയാ നമ്മുടെ ദേവരൊക്കെ ഉണ്ട്. പിന്നെ അതെ അനി എല്ലാരും ഉദയൻ പിരിച്ചിട്ടില്ല. ഇവനീ കണ്ടില്ല. അടുത്ത ആള് അടുത്ത ആള് അതേ കല്യാണ ചെക്കട്ടാ നമ്മളെ സുധി. ഇവര് കല്യാണ പെണ്ണ് പെങ്ങള്. ആലപ്പുഴ എവിടെ വീട്? കായംകുളം. കായംകുളംകാരിയാണ്. നൂറിനാട് ഹനീഫ കേട്ടിട്ടുണ്ടാ? നൂറിനാട് ഹനീഫ കേട്ടിട്ടില്ലേ? നൂറിനാട് ഹനീഫ എഴുത്തുകാരനാ എന്നാ സിനിമയാ. അപ്പൊ ശരി, ഇനിയിപ്പോ നിങ്ങളെ വീട്ടിൽ പോയി ചെയ്യാം. ഞങ്ങളവിടെ വരാം. സരിതന്നില്ല. അപ്പൊ ഇനി നമുക്കിനി അമ്പലത്തിന്റെ അവിടെ അതിൽ നിന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്ക് കല്യാണ ചക്കൻ്റെ വീട്ടിലേക്ക് പോവാം. ശാന്തമായ സ്ഥലത്ത് മയില് അമ്പലത്തിൻ്റെ നമ്മൾ ചൂലിശ്ശേരി മയിൽ കേന്ദ്രത്തിലേക്ക് പോയിട്ട് മയിലിനെ കണ്ടില്ലേ? ഇതേ ഇവിടെ ഒരു മയിൽ വന്ന് തിന്നുണ്ട്. ആ പീലിയുള്ളതാ കേട്ടാ. അത് കാട്ടിക്ക് പറന്നു പോണു. അയ്യോ വിട്ടു. അയ്യോ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പരിചയമില്ലെന്ന് തോന്നുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഇത്രയും പോപ്പുലറായിട്ടുള്ള എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മയിലിനെ മനസ്സിലായില്ലേ? ഈ കാട്ടിയോടെ പോകാൻ എനിക്ക് പേടിയവാ. നോക്കി നോക്കാം നമുക്ക് ഇതിൽ നിന്ന് വെറുതെ നിന്ന് പോയി നോക്കാം. നമുക്ക് അവിടെ വരെ ഇത് പോയിട്ട് വരാം. അമ്പലമാണ് ഉണ്ടാ കാണുന്നത്. മയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പം നമ്മൾ വെറുതെ നിന്ന് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണം. എന്തായാലും മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് ഞാൻ ഇങ്ങോട്ട് വരും. ഒരു വീഡിയോ എടുക്കണം നമുക്ക് അല്ലേ? അന്തരീക്ഷം മഴയുടെ ഒരു ഇതാണ്. മതിയിൽ എത്രയ്ക്ക് ദൂരം പോയാൽ മതി. ഇനി പോകണ്ട നമുക്കതിനെ പേടിയവാ. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ മാമ അതേ നടന്നു വരുന്നു. ഇവിടെ ഒരു പാടമുണ്ട്. ആ പാടം കഴിഞ്ഞിട്ട് വലതുവശത്താണ് ചെക്കൻ്റെ വീടെന്നാണ് പറഞ്ഞു പോണത്. എനിക്കറിയില്ല. ഞാൻ പണ്ട് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പാടത്ത് പശുക്കളൊക്കെ ഉണ്ടല്ലോ തീറ്റ. ഇതാണ് വീട്. ഇതാണ് കല്യാണ ചെക്കൻ്റെ വീട്. ഇത് അവിടെ വലിയടത്ത് ഒതുക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ വീട് കേട്ടോ. അല്ല ഇതല്ല വീട്, ഇത് വീട്ടിലേക്കുള്ള വഴി. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ചിനക്കത്തൂർ പൂരത്തിനെ ഇവരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, ഇവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവിടെ കുറച്ച് പിള്ളേരുകളുണ്ട് ആവശ്യത്ത്. അവരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വന്നിട്ട്. അതായത് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേ ചെക്കനും പെണ്ണും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോക്കി ബിരിയാണി ഉണ്ടാക്കിയോണ്ട് നോക്കിയാൽ ദോരണം ഉണ്ടാക്കി കഴിഞ്ഞു.
വലിയ വലിയ അടുപ്പാണ് കേട്ടോ. എനിക്ക് വലിയ വലിയ അടുപ്പിൽ ഇതേ ഒരെണ്ണം പൊട്ടിക്കാൻ എടുക്കണം. ഇത് പൊട്ടിക്കാനുള്ളതാണല്ലേ? ഇതേ പൊട്ടിക്കാനുള്ളത് ഇതൊരെണ്ണം. പിന്നെ ദാബട ഒരെണ്ണം ഉണ്ട്. ഇതേ പൊട്ടിക്കണു. ഇതേ എടുത്ത് മാറ്റുന്ന ആൾ കേട്ടോ. ഗ്രാമീണതയാണ് ഇവിടുത്തെ മെയിൻ. അതന്നെ. അതേണ്ട. ഇത്രയും മനോഹരമായ കാഴ്ച നാട്ടിൻപുറങ്ങളിൽ മാത്രം. സബോള വഴറ്റാ. ഇത് സബോള അല്ലേ? സബോള. എന്ത് പേര്? സുലൈമാൻ. മറ്റേ ആ ചേട്ടൻ്റെയാ? റഷീദിക്ക ഭയങ്കര ഹൈറ്റ് ആട്ടാ. നോക്കിയാ എന്നെക്കാട് 6 അടി ഉയരം. ഇവിടെ അടുത്ത വീട്? അതെ, 1 കിലോമീറ്റർ. ഇതാണ് പണി. ഈ പാചക. ഇതിപ്പോൾ എത്ര പേരുള്ള സദ്യൻ്റെ? 800 പേരുകളാണ് കേട്ടാ ചെയ്യുന്നത്. എന്തായാലും ഭയങ്കര രസമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അതായത് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്തൊക്കെ കാണുന്ന പോലെ ഉണ്ട് ശരിക്കും. നന്നായിട്ട് അടുപ്പൊക്കെ കൂട്ടി ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കഴുകണ വെള്ളമൊക്കെ ഇങ്ങനെ അതിനെങ്ങോട്ട് തിരിച്ച് വിട്ട് ഒരു കുഴി ഉണ്ടാക്കി ആ വെള്ളമൊക്കെ അവിടെ പോയി. അങ്ങനെ ഒരു പ്രത്യേക വൈബ് നമ്മുടെ അവിടെ കാണില്ല. ഇപ്പോഴൊന്നും കാണില്ലേ നമ്മുടെ അവിടെ നിന്നും. ഇയാൾ അതിലേക്ക് ഇത് പെതറണം. എനിക്ക് 2 അണ്ടിപ്പരിപ്പ് തന്നെ. എനിക്ക് കയ്യിലേക്ക് തന്നാൽ മതി. എൻ്റെ ശരിക്കുള്ള സ്വഭാവം 2 വേണ്ടിയിട്ട്. ഇതെൻ്റെ നിരന്തരമായ സ്വഭാവമാണ്. ഇതുപോലെ ഒളിച്ചു വയ്ക്കുക സാധനം. ഈ സാധനം എവിടെയും ഒളിച്ചു വയ്ക്കേണ്ടി വരും. അടിപൊളി. ഇത് നമ്മളെ സുഹൃത്താണ്. നമ്മുടെ വീട്ടിൽ സ്വർണ്ണപ്പണി ഉണ്ടായിരുന്നതാണ്. ഇവരൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ ചെറിയ പിള്ളേர்களായിരുന്ന സമയത്ത് സ്വർണ്ണപ്പണിക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളായിട്ട് പരിചയമായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഇവരൊക്കെ. പാവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പാവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര. ഞാൻ ഏറ്റവും ഫസ്റ്റിരുന്നു. അപ്പോൾ ഭക്ഷണം വിളമ്പി തുടങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ വിളമ്പി വരാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലിരുന്നു. നമുക്ക് ഇനി വീട്ടിൽ പോകാൻ നേരത്തെ ഇരുന്നു. അച്ചാറ്, പിന്നെ ഇവർ കച്ചമ്പർ എന്ന് പറയും, നമ്മൾ സർലാസ് എന്ന് പറയും തൃശ്ശൂർ. കച്ചമ്പർ ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഭക്ഷണം നന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ചൂടായി. വെയിലില്ല, ഭയങ്കര പുഴുക്കം. കണിക്കൊന്നയൊക്കെ പൂത്ത് ഓണായില്ലേ? അല്ല, ഓണല്ല, വിഷു. നിറയെ പരിചയക്കാരാ എല്ലാവരും നമ്മളറിയുന്നവരാ. ആ മയിലിന് മാത്രം നമ്മളെ മനസ്സിലായില്ല, ബാക്കി എല്ലാവർക്കും എന്നെ മനസ്സിലായി. നല്ല കൊള്ളിത്തറി. ഇനി നമുക്കൊരു സോഡ സർബത്തേ, ഒരു സർബത്ത ഉപ്പ് സോഡ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഇവര് പക്ഷേ അമ്പലത്തിന്റെ സ്ഥലല്ലേ കാണേണ്ടത്. എന്തുട്ടാ ഭംഗി എന്നറിയോ? വർഷകാലത്ത് വരാൻ ഞാൻ നേരത്തെ വന്നു. ശരി, ഞാൻ പോവാ. അങ്ങനെ ചൂടില്ല.